ഇന്നലെ ഏപ്രിൽ 17-ാം തീയതി നമ്മുടെ മധുര അമ്പലത്തിൽ ഉത്സവം വെടിക്കെട്ടും ഗാനമേള കാണാൻ വേണ്ടിയിട്ട് മാത്രം പോയത്. ഞാൻ രാത്രി 9 മണിക്കാണ് ഞാൻ അവിടെ എത്തിയത്. നേരെ അമ്പലത്തിന്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയി. അമ്പലത്തിന്റെ അകത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് എഴുന്നള്ളിപ്പ് പുറപ്പെട്ടിരുന്നു. പ്രാർത്ഥിച്ചു, എന്നിട്ട് കുറി മേടിച്ചിട്ട് കുറി തൊട്ടു. എന്നിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നേരെ പുറത്തേക്ക് പോയി. ഭയങ്കര തിരക്ക്. പുറത്ത് പോകുമ്പോൾ കട ഭജന ചൊല്ലുന്നുണ്ടായിനി. ഇവിടെ നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും എഴുന്നള്ളിപ്പ് പോയതുകൊണ്ട് അതിന്റെ പുറകെ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഗണപതി ടെമ്പിൾ വേറെ ഇല്ലാന്ന് തോന്നുന്നു. ഉത്സവ അന്തരീക്ഷത്തിൽ ഇതൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ. സുശാന്തിനെ കണ്ടു, ഭയങ്കരത്തിൽ കസറത്തെല്ലാം ആക്കുന്നുണ്ട്. ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവർ കമന്റ് ചെയ്യണം. എഴുന്നള്ളിപ്പ് ഉളിയത്തടുക്ക വരെ പോയിട്ട് തിരിച്ചു വരണം, എന്നിട്ടാണ് വെടിക്കെട്ട്. അതിന്റെ ഇടയിലുള്ള സമയത്തിലാണ് ഗാനമേള. ഗാനമേള തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ചന്തയിലെല്ലാം കുറച്ച് കറങ്ങി. ഇഷ്ടം പോലെ വെറൈറ്റി കടകൾ. ഉരുളക്കിഴങ്ങ് ഈർക്കിളിയിൽ കൊത്തിയ സാധനം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഏതെടുത്താലും 100 രൂപ. ഗോബി മഞ്ചൂരി, കരിമ്പ് ജ്യൂസ്, ചെറുമുറു, നല്ല പച്ചമാങ്ങ, ഓംലെറ്റ്. അപ്പോഴേക്ക് പരിപാടി തുടങ്ങി. ഫസ്റ്റത്തെ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ പിള്ളേർ ബാക്കിൽ ഡാൻസ് കളിക്കാൻ തുടങ്ങി. സ്റ്റേജിൽ പാട്ട് മാത്രമല്ല, തീ പറന്ന ഡാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും പരിപാടിക്ക് പോയത് വെറുതെ ആയില്ല. നല്ല അടിപൊളി പരിപാടി. അരമണിക്കൂറും കൂടി പരിപാടി ബാക്കിയുണ്ടായിരുന്നു തോന്നുന്നു. ആ സമയത്ത് ചെറുങ്ങനെ മഴ വന്നു. അപ്പോൾ കുറച്ചെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടായി പോയി. ആ മഴ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത്. പാറിയിട്ട് പോയി. പരിപാടി പിന്നെയും നടന്നിട്ടേ ഭയങ്കരത്തിൽ എന്ത് തുള്ളലറിയോ പിള്ളേരെല്ലാം ബാക്കിൽ. അങ്ങനെ പാട്ടും ഡാൻസ് കഴിഞ്ഞു. എഴുന്നള്ളിപ്പ് തിരിച്ചു വന്നു. പൂജ ആവുന്ന സമയത്ത് വെടിക്കെട്ട്. എല്ലാം കഴിഞ്ഞു. രാത്രി 1:30 ആകുമ്പോൾ വീട്ടിലേക്ക്.